ഈ 90s കിഡ്സിൻ്റെ പ്രധാന പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ തല്ലുകൊണ്ടിട്ടുണ്ട്, ശകാരം കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ പേരൻ്റായപ്പോൾ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ തല്ലുകൊള്ളുന്നതും ശകാരം കിട്ടുന്നതും. പക്ഷേ ഇതിനേക്കാളൊക്കെ അർത്ഥവത്തായ ചില കാര്യങ്ങൾ ഞാനൊരു പേരൻ്റായപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ കുട്ടിയുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ നമ്മളായിരിക്കണം. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരുടെ അച്ഛനും അമ്മയായിരിക്കണം. എന്ത് പ്രശ്നം ഉണ്ടായാലും, എവിടെ അകപ്പെട്ടാലും, എന്ത് സന്തോഷം ഉണ്ടായാലും ആദ്യം സ്വാതന്ത്ര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും വിളിക്കേണ്ടത് അവരുടെ അച്ഛനും അമ്മയാണ്. ഇതിൽ ബാഡ് പേരൻറ്റിങ്, ഗുഡ് പേരൻറ്റിങ് എന്നൊരു സംഭവമുണ്ട്. ഈ ബാഡ് പേരൻറ്റിങ് എന്ന് പറയുന്നത് കുട്ടി നമ്മളോട് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നതല്ല. കുട്ടി മറ്റുള്ളവർക്ക് ദോഷകരപരമായോ അല്ലെങ്കിൽ നമുക്ക് ദോഷകരപരമായോ അവൻ ഈ ആൻറ്റി സോഷ്യലായിട്ട് ഇടപെടുമ്പോഴാണ്. ബാക്കിയെല്ലാം ഗുഡ് പേരൻറ്റിങ് ആണ്. ഒരു വീടിൻ്റെ ചുവര് വൃത്തികേടായാലോ, ഒരു വീട് ഏറ്റവും മോശമായ അവസ്ഥയിൽ അവൻ വലിച്ചു വാരി ഇട്ടാലോ അതിൻ്റെ അർത്ഥം അവന് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഹോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടക്കൂടെന്ന് പറഞ്ഞാൽ പോരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയും തെറ്റും വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്, നമ്മളിൽ കൂടി പഠിക്കേണ്ടവരാണ്. അല്ലാതെ ഇത് ശരി ഇത് തെറ്റ് എന്ന് ചിട്ടയിൽ അവനെ പറഞ്ഞ് പഠിപ്പിച്ച് സ്വന്തമായി തിരിച്ചറിയാൻ പറ്റാതെ പോകുമ്പോഴല്ല അതുണ്ടാകുന്നത്. കാലം മാറും, സമൂഹം മാറും, നമ്മൾ വളർന്നു വന്ന രീതി ആയിരിക്കില്ല അവർ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അടിസ്ഥാനമാണ് അതിനെ തിരിച്ചറിയാൻ കഴിയിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടായി എത്ര സമൂഹം മാറിയാലും എത്ര കാലം മാറിയാലും അടിസ്ഥാനം കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ നല്ലൊരു സമൂഹത്തെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എല്ലാ വീട്ടിലെയും എല്ലാ അച്ഛനും അമ്മയുമാണ് നാളത്തെ ഒരു തലമുറയെ കൊണ്ടുവരുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം പിന്നീടേ സ്ഥാനമുള്ളൂ. അപ്പം നല്ലൊരു തലമുറ വളർന്നു വരട്ടെ. ശുഭദിനം.